ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ സംഗീത. ഇന്ന് ഞാനൊരു നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ഡ്രിങ്ക് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. റാഗി വിത്ത് ആപ്പിൾ. മുന്നേ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഡ്രിങ്ക് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ബനാന വെച്ചിട്ടായിരുന്നു. ഇത് നമ്മൾ ആപ്പിൾ വെച്ചിട്ടാണ് ചെയ്യുന്നത്. വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ഡ്രിങ്കാണ്. ഇത് രാവിലെ കുടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് പെട്ടെന്ന് വിശക്കുന്നില്ല. അപ്പോൾ നമുക്ക് വേറെ ഫുഡൊന്നും കഴിക്കേണ്ട ആവശ്യമൊന്നും വരില്ല. ഡയറ്റ് എടുക്കുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. റാഗി ഡ്രിങ്ക് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1 ടീസ്പൂൺ റാഗി പൗഡറാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കട്ട കെട്ടാതെ കലക്കിയെടുക്കണം. ഞാനിവിടെ 1 ഗ്ലാസ് റാഗി ഡ്രിങ്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഞാൻ 1 ടീസ്പൂൺ പൗഡർ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ 2-3 ഗ്ലാസ് എടുക്കണമെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടെ 2 ടീസ്പൂണൊക്കെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് കലക്കിയെടുക്കണം. ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് കലക്കിയെടുക്കുക. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. 1 ടീസ്പൂണിന് ഏകദേശം 1 ഗ്ലാസ് വെള്ളം മതിയാവും. ഇതൊന്ന് നമുക്കിനി കുറുക്കിയെടുക്കണം. നമുക്കിത് സ്റ്റൗവിലേക്ക് വെക്കാം. ഇത് വെള്ളം ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരട്ടെ കേട്ടോ. വെള്ളം നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രം നമ്മൾ റാഗി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് പാടുള്ളൂ. വെള്ളം അത്യാവശ്യം നന്നായിട്ട് ചൂടായി ചെറുതായിട്ട് ഇങ്ങനെ തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്കിതിലേക്ക് ഇനി കലക്കി വെച്ചിരിക്കുന്ന റാഗി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് വെള്ളം ചൂടായതിന് ശേഷം മാത്രമേ റാഗി ആഡ് ചെയ്യാനായിട്ട് പാടുള്ളൂ കേട്ടോ. നന്നായിട്ടൊന്ന് കലക്കി ഇതൊഴിച്ചു കൊടുക്കുക. ഉടനെ തന്നെ നമുക്ക് ഇളക്കി തുടങ്ങണം, അല്ലെങ്കിൽ റാഗി കട്ട പിടിക്കും. ഇനി നമുക്ക് ഇതിലേക്കൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാനൊരു 2 ചെറിയ പീസ് സിനമൺ, നമ്മുടെ പട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നല്ലൊരു ഫ്ലേവർ നൽകുകയും നമ്മുടെ വെയിറ്റ് ലോസിനൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ അത് ചേർത്തിട്ടാണ് ഞാൻ ഇത് കുറുക്കിയെടുക്കുന്നത്. കുറച്ച് വലിയ പീസ് ഇടണമെങ്കിൽ അങ്ങനെ ഇടാം. അപ്പോൾ അത് അരയ്ക്കുന്ന സമയത്ത് എടുത്ത് മാറ്റിയാൽ മതി, അല്ലെങ്കിൽ നല്ല സിനമണിൻ്റെ ആ ഒരു ഫ്ലേവർ ഉണ്ടാവും. ഇത് ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ അരച്ചെടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ ചെറിയ സ്റ്റിക്കാണ് ഇട്ടിരിക്കുന്നത്. നന്നായിട്ട് ഇനി കുറുക്കിയെടുക്കണം. റാഗി വേവുന്നത് നമുക്ക് നന്നായിട്ട് അറിയാനായിട്ട് പറ്റും. നല്ല ഡാർക്ക് കളറാവും. പിന്നെ ഒരു 5 മിനിറ്റ് 6 മിനിറ്റൊക്കെ എടുക്കും നമ്മുടെ ഈ റാഗി ഒന്ന് നന്നായിട്ടൊന്ന് കുറുകി കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇത് നന്നായിട്ട് റാഗി വെന്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല കളറൊക്കെ നന്നായിട്ട് ചേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിവിടെ നന്നായിട്ടൊന്ന് തണുക്കട്ടെ. അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. റാഗി തണുക്കുന്ന ഈ ഒരു സമയം നമുക്ക് ഇതിലേക്ക് വേണ്ട മറ്റുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഇതിലേക്ക് വേണ്ട 1 ആപ്പിളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് നമുക്കൊന്ന് തോലൊക്കൊന്ന് ചെത്തിക്കളഞ്ഞ് നമുക്കതൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം. നല്ല പഴുത്ത നല്ല ആപ്പിളാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അവരെ ഇതുപോലെ വലിയ പീസായിട്ട് ഞാൻ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് നമുക്ക് ആൽമണ്ട്സും കാഷ്നട്ടാണ്. ഒരു 10 ആൽമണ്ട്സും പിന്നെ ഒരു 5 കാഷ്നട്ടും വെള്ളത്തിൽ കുതിർത്തിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് അല്ലെങ്കിൽ ഇതുപോലൊരു ബ്ലെൻഡറിലേക്കോ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആപ്പിൾ ചേർത്ത് കൊടുക്കാം. ഇനി നട്ട്സ് ചേർത്ത് കൊടുക്കാം. ആൽമണ്ട്സും കാഷ്യൂസും ഇത്രയ്ക്ക് അളവിലെടുത്താൽ മതി. ഇത് വെയിറ്റ് ലോസിനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന കാരണം കൊണ്ടാണ് ഇത്രയും കുറവ്. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ അധികമായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. കുറച്ചധികം ഒരു 10-15 ആൽമണ്ട്സും പിന്നെ അതുപോലെ കാഷ്നട്ടൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇതിപ്പോൾ വെയിറ്റ് ലോസിനൊക്കെ ഞാൻ കുടിക്കുന്നതായ കാരണം കൊണ്ട് കുറച്ചെടുത്തിട്ടുള്ളൂ. ഇനി മധുരത്തിനായിട്ട് ഞാനിവിടെ ഹണിയാണ് ചേർക്കുന്നത്. ഹണിയോ അല്ലെങ്കിൽ ഡേറ്റ്സോ ചേർക്കാവുന്നത്, 1-2 ഡേറ്റ്സോ ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ 1 ടീസ്പൂൺ ഹണി മാത്രമാണ് ചേർത്തിരിക്കുന്നത്. മധുരം ആവശ്യം ഇല്ല, നിങ്ങൾക്ക് വേണമെന്ന് വെച്ചാൽ മാത്രം ചേർത്താൽ മതിയാവും. പിന്നെ ഒരു 1/4 ഗ്ലാസ് പാൽ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാവുന്നതാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമുക്കൊരു ചെറിയൊരു ടേസ്റ്റ് ഉണ്ടെങ്കിലല്ലേ നമുക്കിത് കുടിക്കാനായിട്ട് ഇഷ്ടമുണ്ടാവുള്ളൂ. അത് കാരണം കൊണ്ടാണ് ഞാൻ കുറച്ച് പാൽ ചേർക്കുന്നത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് വരാം. കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞാൽ കുറച്ചും കൂടെ അധികം പാലും നട്ട്സൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ മധുരത്തിനായിട്ട് നിങ്ങൾക്ക് കുറച്ചും കൂടെ ഹണിയോ അല്ലെങ്കിൽ ഡേറ്റ്സൊക്കെ ചേർക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ല റിച്ചായിട്ട് നമുക്ക് ഇത് കഴിക്കാൻ പറ്റും. കുറച്ചുകൂടെ ടേസ്റ്റും കൂടുതലാണ്. ഇതിപ്പോൾ നമ്മൾ വെയിറ്റ് ലോസിനായ കാരണം കൊണ്ട് ഇത്രയും മാത്രമേ ചേർക്കുന്നുള്ളൂ. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് നന്നായിട്ട് അരച്ചെടുക്കുക. ആ നട്ട്സും ആപ്പിളൊക്കെ നന്നായിട്ട് അരച്ചെടുക്കുക. ഇനി നമുക്കിത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി റാഗി ആപ്പിൾ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്.
നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, റാഗി ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ധാന്യമാണ്. രക്തക്കുറവിനായാലും നല്ല അയൺ കണ്ടൻ്റ് ഉള്ള ഒരു ധാന്യമാണ്. അതുപോലെ തന്നെയാണ് ഷുഗർ കൺട്രോൾ ചെയ്യാനൊക്കെ ആയിട്ട് ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ ഉള്ളതാണ്. ആപ്പിളിൻ്റെ ഗുണങ്ങളും അതേ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടതില്ല. ഒരുപാട് ആൻറ്റി ഓക്സിഡൻസും അതുപോലെ ക്യാൻസർ സെൽസിനെ പ്രതിരോധിക്കാനായിട്ടുള്ള ശേഷിയൊക്കെ ഉള്ളൊരു ഫ്രൂട്ടാണ്. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ ഡെയിലി ആയിട്ട് അല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോഴൊക്കെ കഴിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. ഇനി നമുക്ക് ഈ റാഗി ഡ്രിങ്കിൻ്റെ മേലെ കുറച്ച് ആപ്പിൾ പീസസ് വെച്ചിട്ട് ഞാനൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കപ്പലണ്ടിയും പിന്നെ ഒരു 1/2 ടീസ്പൂൺ തേനും കൂടെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ ചേർക്കുന്നുണ്ട്. ഇത് ചേർക്കണമെന്നൊന്നുമില്ല, ഞാൻ വീഡിയോന് വേണ്ടിയിട്ട് ചേർക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു റാഗി ഡ്രിങ്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കും ഞാൻ പറഞ്ഞ രീതിയിലൊന്ന് ഉണ്ടാക്കി കൊടുക്കുക. ഇന്നത്തെ ഈ റാഗി ഡ്രിങ്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കാനായിട്ട് മറക്കരുത്. ഇതുപോലെയുള്ള നല്ല നല്ല റെസിപ്പീസൊക്കെ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതാണ്. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു.